കുറച്ച് മസാല ഉരുളക്കിഴങ്ങ് എടുക്കട്ടെ. എപ്പോഴും ഇങ്ങനെ പൊരിച്ച് തിന്നണോലിക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ച് തിന്നല്ലോ സ്കൂൾ കൊണ്ടുപോകാൻ, അങ്ങനത്തെ ഒരു മോചനം ഇപ്പോഴാണ് ഉണ്ടാക്കാൻ. പറഞ്ഞ് ബോറടിപ്പിച്ചണില്ല, നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഉരുളക്കിഴങ്ങ് എടുക്കുക, തൊലി കളയുക, ചെറുതാക്കി അങ്ങോട്ട് മുറിച്ചുക, പിന്നെ 2-3 വട്ടം അങ്ങനെ കേൾക്കുക. ഈ കേക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിന് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കേട്ടോ ഒരു 10 മിനിറ്റ്. ഇനിയിപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആവണമെങ്കിൽ ഇതേപോലെ ടൈമർ വെച്ചാൽ മതി കേട്ടോ. കുക്കിങ്ങിന് തുടക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും ടൈമറും ഒക്കെ, പിന്നെ അങ്ങോട്ട് ശീലം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതല്ലേ എല്ലാം. ഉരുളക്കിഴങ്ങ് വേവട്ടെ, അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് നമ്മൾ മുളക്, കുരുമുളക്, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, ജീരകം ഇതൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. കുറച്ച് വെള്ളം ചേർത്തുക്കാണ്ട്. സോറി, നമ്മളെ പ്രോപ്പർട്ടി 1/2 കിലോമീറ്റർ ദൂരത്താണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി ബാക്കി കൂടി ആക്കിയാൽ നമ്മളെ റെസിപ്പി റെഡി. ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, കരിവേപ്പിൻ്റെ ഇല ഇടുക. പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡാക്കണ്ട. പിന്നെ അതിക്ക് മസാലയും കൂടി വെച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. പിന്നെ സിമ്പിൾ, നമ്മൾ വേവിച്ച പൊട്ടാറ്റോ ഇടുക, ലാസ്റ്റ് തുള്ളി ഉപ്പും കൂടി കഴിഞ്ഞു. ഞങ്ങളുടെ ഇളക്കുക, നല്ലോണം ഇളക്കുക. അടി പിടിച്ചാതെ നോക്കണം കേട്ടോ, പിടിച്ചാൽ പിന്നെ രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ വാചകം പഠിച്ച പാചകം റെഡി. കാണുന്ന പോലെ അല്ല കേട്ടോ, ആൾ നിസ്സാരക്കാരനല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നും ഉരുളക്കിഴങ്ങ് പൊരിച്ചോളൂ, ഇതൊന്നും ഇനി പരീക്ഷിച്ച് നോക്കിയോളൂ. ഇതും കൂട്ടി ചോറും കൂടി.